ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ കുറേ പണികളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെബ്സൈറ്റൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, നോട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്കൊക്കെ ഇടുന്ന കാരണം ഓരോ മോഡലും എത്ര സ്റ്റോക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പരിപാടികളിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഡ്രസ്സ് ഓർഡർ ചെയ്തവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ട്രാക്കിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഒരു ഓണത്തിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടാലോ ഒരു മോഡൽ ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ റൂം കുറച്ച് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമ്മളെപ്പോഴും തുണി എടുക്കുക വെക്കുക അങ്ങനെ ആയ കാരണം കുറച്ച് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഞാനിന്ന് വിചാരിക്കുന്നത് എപ്പോഴും എല്ലാവരും ധാവണി പട്ടുപാടൊക്കെ അല്ല ഇടുന്നത്. അത് ഇടാനായിട്ട് ഇപ്പോൾ ധാവണി അതേപോലെ തന്നെ പട്ടുപാട് അങ്ങനത്തെ ഇടാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് അജറക്കാണല്ലോ, അപ്പോൾ എൻ്റെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂം അതേപോലെ തന്നെ ഇതും വെച്ചിട്ട് ഞാനൊരു മോഡൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ലൈൻ കുർത്തി വിത്ത് ഒരു ഷ്രഗ് പോലെ ചെയ്യാമെന്നായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നിധി ചേച്ചിക്ക്, അതായത് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിക്ക് ഞാൻ മോഡൽ റെഫറൻസൊക്കെ കാട്ടി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട്, പുറത്ത് പോയി വരുമ്പോഴേക്കും ചേച്ചിയുടെ അതൊക്കെ തയ്ച്ച് കഴിയും. അപ്പോൾ ഞാനത് തയ്ച്ചിട്ട് ഈ വീഡിയോയിൽ തന്നെ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കാട്ടിത്തരാം. അപ്പോൾ കുറച്ച് കറി വയ്ക്കാനുള്ളതൊക്കെ മേടിക്കുകയാണ്. വെള്ളരിക്ക വാങ്ങി കേട്ടോ. മോരുകറി ഇഷ്ടമാണ് സാഗരേട്ടന്, അപ്പോൾ അങ്ങനെ വെള്ളരിക്ക, സവോള, തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി. പിന്നെ നമ്മൾ ഉച്ചത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് വേഗം പോയിട്ട് വേണം നമുക്ക് ഉച്ചത്തെ ഫുഡൊക്കെ കഴിക്കാൻ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് തുണി കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വീട്ടിലെത്തിയിട്ട് വേണം കട്ട് ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടുല്ലോ. അപ്പോൾ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഇത് ടിഷ്യൂവിൻ്റെ എന്താ പറയുക, ടിഷ്യൂവിൻ്റെ ഒരു ലൈൻ കുർത്തി പോലെയാണ്, റൗണ്ട് നെക്കാണ്, സ്ലീവ്ലെസ് ആയിട്ടാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. ഇതാ ഇത് ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ലൈൻ കുർത്തിയാണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് കാട്ടിത്തരാം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു അജ്രക്കിന്റെ ഒരു ഷ്രഗാണ് വെച്ചിരിക്കുന്നത്. ഇതാ അജ്രക്കിൽ വരുന്നൊരു ഷ്രഗാണ് വെച്ചിരിക്കുന്നത്. എൽബോ വരെ സ്ലീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നല്ല അജ്രക്കിന്റെ. ഇത് കോട്ടൺ അല്ല, കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ്. അപ്പൊ ഞാൻ ഇട്ടിട്ട് കാട്ടിത്തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഡ്രസ്സ്. ഞാൻ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ചിലപ്പോൾ ഞാൻ വെബ്സൈറ്റ് ത്രൂ ആണോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ആണോ ഓർഡർ എടുത്ത് തുടങ്ങാമെന്ന് ഉറപ്പില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ എന്തായാലും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ. അപ്പോൾ വെബ്സൈറ്റിലൊക്കെ ഇടണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫോട്ടോ എടുക്കട്ടെ, ഇങ്ങനെ തന്നെ ഒന്ന് റെഡി ആവാന്നായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ വലിയ മേക്കപ്പ് ഒന്നുമില്ല, ലിപ്സ്റ്റിക് ഇടുക, പൊട്ട് കുത്തിയിട്ട് കണ്ണും ചെറുതായിട്ടുണ്ട്, സ്ട്രോപ്പ് ക്രീം, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം റെഡി ആവാം. ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സാധനം കൂടി പരിചയപ്പെടുത്തി തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാമേർത്തിൻ്റെ ഒരു അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര നല്ല ഇപ്പോൾ ഓൾറെഡി ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ടെൻഷനും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് മാമേർത്തിൻ്റെ ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് എന്തായാലും റെഡി ആയതല്ലേ, അപ്പോൾ ഒന്ന് അടിക്കാം. ഇത് നല്ല രീതിയിലുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് സ്കിന്നിന് സേഫാണ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. നല്ല ഗുഡ് സ്മെല്ലാണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻസ്പയർഡ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിവ്യൂ അറിയിക്കാനായിട്ട് മറക്കരുത്. ഒണിയൻ ഷാമ്പൂവിൻ്റെ പ്രൊഡക്റ്റിൽ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ റിവ്യൂ അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണതായിരിക്കും. മാമേർത്തിൻ്റെ പ്രൊഡക്റ്റ് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, നൈക്കിൽ അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ലഭിക്കുന്നതാണ്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഞാൻ എൻ്റെ സ്വന്തം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയി. അപ്പോൾ എനിക്കാണെങ്കിൽ സ്റ്റിച്ച്
സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിതേച്ചിയാണ് എനിക്ക് തയ്ച്ചു തരാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ അത് എല്ലാം മറന്നു പോകും നമ്മൾ. അപ്പോൾ നമ്മളൊരു വീനെക്കായിട്ടുള്ളൊരു കുർത്തി ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ബാക്കിൽ റൗണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടൺ പോളിസ്റ്റർ മിക്സിലുള്ള ഒരു അജറക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ടാണ് തയ്ക്കണത് കേട്ടോ. കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിതേച്ചി പറഞ്ഞു തന്നു കേട്ടോ. കാരണം കുറേ നാൾക്ക് ശേഷം തയ്ക്കുമ്പോഴേ ആകെ മറന്നുപോയി. അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തല്ലേ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ടി വി ഒക്കെ കാണാനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. ഈ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ, ഈ ഒരു ഏജിലുള്ളത്. ഇപ്പോൾ ഒരു സൈക്കിളൊക്കെ ചവിട്ടും നമ്മുടെ വീണ്ടും മുറ്റത്തെ റോഡിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ തയ്ക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തയ്ക്കണം, അല്ലെങ്കിൽ ഓരോന്നൊക്കെ മറന്നു പോകും. എനിക്കാണെങ്കിൽ കൂടുതൽ കുട്ടികളുടെ തയ്ക്കാനാണ് ഇഷ്ടം കേട്ടോ. ലേഡീസിൻ്റെ തയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കുട്ടികളുടെ തയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കട്ടെ. എനിക്കിപ്പോൾ ഞാൻ കൂടുതൽ മോഡേണായിട്ട് അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ കുർത്തി അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു പുറത്തുനിന്ന് ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്, വൈബൊക്കെ ആസ്വദിച്ചിട്ട് കേട്ടോ. ലിഫ്റ്റിക്ക് ഇടാനോ? ലിഫ്റ്റിക്ക് ഇട്ടോ കുഴപ്പമില്ല. ഈ ചേച്ചി തപ്പാണിന്റെ ലിഫ്റ്റിക്ക് ഇടാ. പാട്ട് വെച്ചേരാ, നമുക്ക് കളിക്കും, ഡാൻസ് ചെയ്യും. അങ്ങനെ ഇതാ സാഗരയുടെ പാട്ടൊക്കെ വെച്ച് കൊടുത്തു, ക്യാമറ ഓണാക്കി വെച്ച് അവരിതാ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവർക്ക് മേക്കപ്പ് ചെയ്യാനും ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ലിപ്സ്റ്റിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവർക്ക് 3 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര അപ്ഗ്രേഡ് ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അവർക്ക് മേക്കപ്പിനെ കുറിച്ചും എല്ലാം അറിയാം. ലിപ്സ്റ്റിക്ക് ഞാനത് കൊടുത്ത വെച്ചാൽ ഇതൊക്കെ ഏതാ ഷെയ്ഡ് ചേച്ചി, ഇതൊക്കെ എന്താ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണത്. അപ്പോൾ ഈ ഏജിലൊക്കെ ഞാൻ എന്താ പറയുക, ലിപ്സ്റ്റിക്കൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലേ. നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ ഒക്കെ സ്കൂളിൽ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകുമ്പോഴാണ് ടീച്ചർമാരാണ് ഇത് ഇട്ട് തരിക. റോസ് പൗഡറൊക്കെ നമ്മൾ ഉണ്ടാക്കുക, കുങ്കുമം പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് റോസ് പൗഡറൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ കാലത്ത് കുട്ടികളൊക്കെ ഭയങ്കര അപ്ഗ്രേഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ സന്തോഷമായി. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞു. ഏകദേശം ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ട്. ഒരു സ്ലിറ്റ് ടോപ്പ് വീനെക്കാണ് വെച്ചത്, കുഞ്ഞൊരു സ്ലീവും വെച്ചു കേട്ടോ. പിന്നെ ഒരു പലാസോ പാൻറ് ഉണ്ട് ബ്ലാക്ക് ക്രേപ്പിൻ്റെ, അത് ഇട്ടു ഗൈസ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തി, വേറെ ഒന്നുമില്ല കേട്ടോ അതിൽ. ഇതാണ് ഇപ്പോൾ ഇത്ര നേരം സ്റ്റിച്ച് ചെയ്തതെന്ന് ചോദിക്കരുത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കുർത്തി എനിക്ക് ഡെയിലി വെയർ ആയിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി, സാമ്പാർ പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. അതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ ഉറങ്ങണേക്കാളും മുമ്പ് എപ്പോഴും മുകളിലേക്കൊന്ന് വരും. അപ്പോൾ ഒരു 3 ചാക്കിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാക്കിൽ അർജൻറ്റായിട്ട് കുറച്ച് മെറ്റീരിയലുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതൊരെണ്ണം പൊളിച്ചു കൂട്ടാം. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് മെറ്റീരിയൽ ഞാനത് ഉണ്ണികൾക്ക് ഉടുപ്പ് തയ്ക്കാന്നൊക്കെ വെച്ചിട്ട് മാറ്റി വെച്ചതാണ്. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടാട്ടെ. എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പേര് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയണതിൻ്റെ ഒക്കെ ഞാൻ ഇടാം. കാരണം ഞാൻ 2 മന്താണ് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ഫാഷൻ ഡിസൈനിങ്ങും ഭയങ്കര വലിയ ഇതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കാതെ സ്റ്റിച്ചിങ് വീഡിയോ ആ ഒരു ചാനലിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു.